ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ പ്രമാണിച്ചിട്ട് ടൗണിൽ പോയിട്ട് നല്ല പോത്തിറച്ചി മേടിച്ച് വന്നു കേട്ടോ. എൻ്റെ കെട്ടിയോനും എൻ്റെ പുന്നാര മോനും കൂടി. അപ്പോൾ എന്നോട് പറയുക, കെട്ടിയോനെ ഇന്നാൾ ഉണ്ടാക്കിയ നല്ലൊരു ബീഫ് കറി ഉണ്ടല്ലോ, അതൊന്ന് ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പോൾ എൻ്റെ പാവം കെട്ടിയോനല്ലേ കേട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൈയോടെ എന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ എന്താ പറയുക, കരൾ, കക്ക്, കരിനാവ്, അങ്ങനെ ആർട്ട്, അങ്ങനെ പല ഐറ്റംസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ പോത്തിറച്ചിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ സവാള ഉള്ളിയാണ് കേട്ടോ, പിന്നെ പച്ചമുളക് തക്കാളി എല്ലാം കുറച്ച് കേട്ടോ. പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഗരം മസാലയും കൂടി കുറച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് കൈയോട് നല്ലപോലെ തിരുമ്പി ഒന്ന് മസാല പിടിപ്പിക്കാൻ ഈ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, ഒരു 6-7 മിനിറ്റ് 6 വിസിൽ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. 6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. മൺചട്ടി വിട്ട് കളിയില്ല, മൺചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്ത് ഉള്ളി എന്നാണ് പറയേണ്ടത്, സവാള എന്ന് തന്നെ വായിന്ന് വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഉള്ളി സവാള എല്ലാം കൺഫ്യൂഷനാണ്. അപ്പോൾ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ബാക്കി വെച്ച ചതച്ച ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 തക്കാളിയും കൂടി ചേർത്ത് അതിനെ സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1.5 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ കുക്കർ തുറന്നിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് ആ പോത്തിറച്ചിയൊക്കെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കുറുക്കി എടുക്കുന്നതിന് കുഴപ്പമില്ല. എൻ്റെ കെട്ടിയോന് കുറച്ച് ചാറിലോട് കൂടി വേണം, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഇതാ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞാൻ കേട്ടോ ബീഫ് കറി വിളമ്പുന്നത്. അപ്പോൾ ഇതാ നല്ല ചൂട് നെയ്ച്ചോറും നല്ല പോത്തിറച്ചി കറിയും ബീഫ് കറി എന്നും എല്ലാം പറയാം കേട്ടോ. അതിൻ്റെ കൂടെ തൈരും പിന്നെ പപ്പടവും കൂടി, പിന്നെ എന്താ വേണ്ടത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.